നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ഫ്ലട്ടർ വീഡിയോസ് ചെയ്തു. നമുക്ക് ഫ്ലട്ടർ അറിയാം. ഫ്ലട്ടർ യു ഐ നമുക്ക് ബിൽഡ് ചെയ്യാൻ അറിയാം. ഫ്ലട്ടർ മാത്രം അറിയുന്നത് തോക്കുണ്ട്, ഉണ്ട ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ഡാർട്ട് അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡാർട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ഐ മാത്രമേ ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. യു കാണ്ട് റൈറ്റ് ലോജിക്. അപ്പോൾ നിങ്ങൾക്ക് ലോജിക് എഴുതണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ഡാർട്ടിലൊരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാർട്ടാണ്. നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ ഡാർട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇറ്റ് ഈസ് ഫ്രം ഗൂഗിൾ. ഓക്കെ, യു ഓൾ നോ. Then this is an object-oriented language. Object-oriented language. Okay. Then this is free and open source. It's a modern language. Okay, that means it supports asynchronous programming, null safety, all the modern features. Then what are the uses of Dart? See, you can use Dart for building apps for different platforms. Apps for platforms like Android, iOS, web. Then you can have desktop applications. Okay. Then Dart can be used as a front-end language. You can use Dart as a front-end language. Okay. Then you can even use Dart in backend. Okay, that means server side you can use Dart. So according to GitHub, Dart is the most loved language, famous idle language, popular language. Then it's a recent. I think it's introduced in 2011. Okay, it's from Google. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഡാർട്ട് എന്ന് പറയുന്നത് ഒരു മോഡേൺ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് മോഡേൺ വേൾഡ് അല്ലെങ്കിൽ മോഡേൺ സെനാരിയോയിൽ വേണ്ട ഫീച്ചേഴ്സ് ലൈക്ക് അസിൻക്രോണസ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട്, നൾ സേഫ്റ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാർട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഡാർട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ഉപയോഗിക്കാം, ബാക്ക് എൻഡിൽ ഉപയോഗിക്കാം. ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഒപ്റ്റിമൈസ്ഡ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഡാർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആൻഡ് ഒരു എക്സാമ്പിൾ ഫ്ലട്ടറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഡാർട്ട് സെർവർ സൈഡിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാർട്ട് ഉപയോഗിച്ച് ബിൽഡ് ചെയ്ത ഒരുപാട് എക്സാമ്പിൾസ് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്. ഈവൻ യുവർ ജിമെയിൽ ഈസ് എൻറ്റയർലി ബിൽഡ് ഓൺ ഡാർട്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഡാർട്ട് ഡിഫറൻസ് സെനാരിയോയിൽ ഉപയോഗിക്കാം. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാർട്ട് ആൻഡ് ഫ്ലട്ടർ? Okay, I never say Flutter is a language. It's a framework. Dart is a programming language, and Flutter എന്ന് പറയുന്നത് it's UI ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ് ഫ്ലട്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇറ്റ് യൂസസ് ഡാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാർട്ടാണ് ലാംഗ്വേജ്, ഫ്ലട്ടർ എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ ഫ്രെയിംവർക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഡാർട്ട് അറിയാന്നുള്ളത് ഒരു ഇനവിറ്റബിൾ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഡാർട്ട് അറിയാന്നുള്ളത്. അപ്പോൾ ഡാർട്ടിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ബേസിക്, ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ യു കാൺ ബിൽഡ് ആപ്സ്. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ലേണിംഗ് ഡാർട്ട് ഇൻ നൗ ഡേയ്സ് ബിക്കോസ് ഫ്ലട്ടർ ഇസ് ഗെറ്റിംഗ് പോപ്പുലർ. ഇറ്റ്സ് ഓൾറെഡി പോപ്പുലർ, സോ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ പോപ്പുലർ. അപ്പോൾ നമുക്ക് അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഹാർനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ലേൺ ഡാർട്ട്. Then after that you can jump into Flutter. Okay, അപ്പോൾ നമ്മൾ ഡാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ആൻഡ് ഡാർട്ട് ഈസ് എ കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഹാസ് എ കമ്പൈലർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ലാംഗ്വേജിൽ കോഡ് എഴുതി അത് റൺ ചെയ്ത് ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അത് കമ്പൈൽഡ് ആണെങ്കിൽ കമ്പൈലർ വേണം. ഓർ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണെങ്കിൽ എന്ത് വേണം? യു നീഡ് ഇന്റർപ്രറ്റർ. ഓക്കെ, അപ്പോൾ ഇത് കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. സോ യു ഹാവ് ടു ഇൻസ്റ്റാൾ ദറ്റ് കമ്പൈലർ. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഹൗ ക്യാൻ യു ഇൻസ്റ്റാൾ ഡാർട്ട് ഓൺ യുവർ മെഷീൻ.
ഓക്കെ, നോട്ട് ഫ്ലട്ടർ, ഇറ്റ്സ് ഡോട്ട്. സ്റ്റാൻഡ് അലോൺ ഡോട്ട് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് നിങ്ങൾ സിസ്റ്റം റെഡിയാക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോ നോക്കുന്നത്. ഓക്കെ.